നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്രീ, നീ വാ, അടുക്കള കുറച്ച് പണിയുണ്ട്. വീടമ്മേ. എന്താമ്മേ, അമ്മയ്ക്ക് പേടിയായോ? ഞാൻ ഇറങ്ങി പോകുന്ന ഓർത്താണോ അമ്മ പേടിക്കുന്ന? അതോ ഞാൻ എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്നാണോ അമ്മ ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നും ചെയ്ത് ഞാൻ ആരെ വിഷമിപ്പിക്കുകയോ നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുകയോ ചെയ്യില്ലമ്മേ. എന്തെങ്കിലും ചെയ്യാനായിരുന്നെങ്കിൽ എല്ലാം അമ്മ അറിഞ്ഞ ദിവസം തന്നെ ഞാൻ ചെയ്യില്ലായിരുന്നോ? അമ്മ പേടിക്കണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ രാധമ്മയുടെ മകളല്ലേ. തീയിൽ ചവിട്ടി നിന്ന് ജീവിക്കാനാണെങ്കിൽ അങ്ങനെ. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കരുത് മോളെ. എന്റെ മക്കളെ 3 പേരെയും മനസ്സ് വിഷമിപ്പിക്കാതെയല്ലേ ഞാൻ നിങ്ങളെ വളർത്തിയത്. നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ വലുതായപ്പോ നിങ്ങളുടെ ആഗ്രഹങ്ങളും വലുതായി. നിന്റെ മനസ്സിൽ ആഗ്രഹത്തിന് രുക്മിണി ചേച്ചിയിട്ടിരിക്കുന്ന ലക്ഷ്യങ്ങളുടെ വില അമ്മയ്ക്കും അച്ഛനും ചിന്തിക്കാൻ പോലും പറ്റാത്തതാ. പ്രിയയുടെ സ്ത്രീധന തുക പോലും മുഴുവനായിട്ട് കൊടുത്തു തീർക്കാനാവാതെ വീർപ്പ് മുട്ടുകയാ ഞാനും നിന്റെ അച്ഛനും. അവന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാനാവുന്നതൊക്കെ രാജുവും ചെയ്യുന്നുണ്ട്. ഇല്ല, എനിക്കറിയാം അമ്മേ. ഒരുമിച്ച് വളർന്നു വന്നവരല്ലേ ഞാനും ഹരീഷും. എപ്പോഴോ എവിടെ വെച്ചോ ഞങ്ങൾ രണ്ടാളും പരസ്പരം സ്നേഹിക്കുകയാണെന്ന് മനസ്സിലാക്കി അത് ഇത്രയും വലിയ പ്രശ്നങ്ങളായി മാറുമെന്ന് അന്ന് ഞാനും ചിന്തിച്ചില്ല. എന്റെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞമ്മേ. ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്തതാ ഞാൻ ആഗ്രഹിച്ചത്. എല്ലാം മറക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ശ്രീ, നീ അമ്മയ്ക്ക് ധൈര്യം പകർന്നു തരികയാണോ? നിന്റെ മനസ്സിലെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? അമ്മയോട് ക്ഷമിക്കും മോളെ. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? ഞാൻ എന്താ നിന്നോട് പറഞ്ഞിരുന്നത്? എന്റെ വാക്കിനൊരു വില പോലും തരാതെ തോന്നിവാസം കാണിക്കത്തോളി. അശ്വിനോട് രാജുവിനോട് നീ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ദീപക് സാറിനെ തെറ്റിദ്ധരിക്കരുത്. സംശയം തോന്നി രാജുവേട്ടനോട് ചോദിച്ചപ്പോ എനിക്കെല്ലാം പറയേണ്ടി വന്നു. പക്ഷേ ദീപക് സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. സാരി മാറ്റി വേറൊരു ഡ്രസ്സ് വെച്ച കുറ്റം ഞാൻ ഏറ്റെടുത്തു സാറേ. നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അശ്വിനോട് നീയാണ് സാരി മാറ്റിയെന്ന് നീ പറയില്ലായിരുന്നു. അവിടെയാണ് എന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞത്. നീ കുറ്റം ഏറ്റെടുത്തെന്ന് നിന്നെ ഉണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.